ഹായ് ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ നമ്മൾ കുറച്ച് സ്ഥലത്ത് പോകാൻ പോവാണ്. കന്യാകുമാരി നമ്മുടെ പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇന്നലത്തെ ക്ഷീണമൊക്കെ കാരണം രാവിലെ എണീക്കാൻ പറ്റിയില്ല. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിരുന്നു പ്ലാൻ, നടന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ രാവിലെ പോയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ടക്കാട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് ഫസ്റ്റ്. അപ്പോൾ മണ്ടക്കാട്ട് അമ്പലത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഉടുപ്പിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അത് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്, ഞാൻ 2-3 വട്ടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡാണ്. അപ്പോൾ ചേട്ടായി വരുന്നില്ല കേട്ടോ. ഞാനും മോനും അമ്മയും അമ്മുവാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 പേരോട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ദോശ, വട, ഇഡ്ഡലി, അങ്ങനെ നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തത് ഒണിയൻ ഊത്തപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം, ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം വരുമ്പോഴേ ഒണിയൻ ഊത്തപ്പം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒണിയൻ ഊത്തപ്പമാണ് ചെയ്തത്. പക്ഷേ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറയും കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വയറ് നിറയും. പിന്നെ എല്ലാവരും ചായ പറഞ്ഞു, ഞാൻ ഹോർലിക്സ് പറഞ്ഞു. അത് യൂഷ്വലാണല്ലോ. ഞാൻ വെളിയിൽ പോയാൽ എനിക്ക് ചായ കുടിക്കുമ്പോഴേ എനിക്ക് അതിനകത്ത് ഇച്ചിരി സംഭവങ്ങളൊക്കെ വേണം, ഇഞ്ചി, ഏലക്ക. അപ്പോൾ അതിന് ബദലായിട്ട് ഞാൻ പറയുന്നൊരു സംഭവമാണ് ഹോർലിക്സ്. അപ്പം ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മണ്ടക്കാട്ട് എത്തിയിട്ടുണ്ട്. മണ്ടക്കാട്ട് ഇവിടെ 1 മണിക്ക് പൂജയുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പേര് പൊങ്കാലയൊക്കെ ഇടാനും ഒരുപാട് മലയാളീസ് ഒരുപാട് വരുന്നൊരു അമ്പലമാണ് മണ്ടക്കാട്ട്. നമ്മുടെ കൊല്ലത്തു നിന്നൊക്കെ പണ്ട് എല്ലാവരും ട്രെയിനിലൊക്കെ കയറി വരും. അപ്പം ഇപ്പോഴും ഇഷ്ടംപോലെ KL വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഇതാണ് കേട്ടോ മണ്ടക്കാട്ട് അമ്പലം. അപ്പോൾ അമ്മുവിനെ കൊണ്ട് ഇവിടെ വരണമെന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു. അമ്മ പണ്ടും വന്നിട്ടുണ്ട്, എന്നാലും അവളെ കൊണ്ട് മണ്ടക്കാട്ട് അമ്പലത്തിൽ നിന്ന് അവൾക്ക് ഭയങ്കര ഭക്തിയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അതൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ മെയിൻ തൊഴുതിട്ട് അകത്തൊക്കെ പോകും. ഞാൻ എൻ്റെ മുഖമൊന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് എൻ്റെ ഒരു ഭാഷകളൊക്കെ കാണിച്ചതാണ് കേട്ടോ. ഇനി അമ്മയാണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും മണ്ടക്കാട്ട് പോകുമെന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് റവ ലഡ്ഡു, ഉണ്ണിയപ്പം ഒക്കെ മേടിക്കുമായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ഒരിടത്ത് അമ്പലത്തിൽ പോയാൽ കുറച്ച് നേരം ഇരുന്നിട്ട് വരണമെന്നാണല്ലോ പറയുന്നത്. മോനു പിന്നെ ഏത്തിസ്റ്റേണ്ട അവ അകത്ത് കയറത്തില്ല കേട്ടോ. അവൻ വെളിയിലാണ് നിന്നത്. ഞങ്ങൾ 3 പേര് മാത്രമേ കയറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ട് വന്നേക്കും കേട്ടോ. കടലൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. കടൽ ആക്ച്വലി ഭയങ്കര വെയിലുള്ള സമയത്താട്ടോ നമ്മൾ പോയത്. പക്ഷെ ആ കടലിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും കാറ്റ്. നമുക്ക് ഈ വെയിൽ കാണുമ്പോൾ വിചാരിക്കും എൻ്റെ ദൈവമേ വെയിലത്ത് എങ്ങനെ പോയി നിൽക്കുമെന്ന്. മോനെ ഇവിടെയും വരത്തില്ല കേട്ടോ. അവൻ ഈ ടൂറ് പോകുന്നതും വെള്ളത്തിൽ ചാടുന്നതും കടലിൽ പോകുന്നതും ഇതൊന്നും താല്പര്യമില്ല. അവ ഒരു മൊബൈലും പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഷെഡിനകത്ത് കുത്തിയിരിക്കും. അവൻ ഇങ്ങോട്ട് വന്നതേ ഇല്ല. പക്ഷെ അമ്മു നേരെ ഓപ്പോസിറ്റ്. അവൾക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ അമ്മു, ഞാനും അമ്മയും പണ്ട് ടൂറ് പോകുമ്പോൾ മോനും ഞങ്ങളുടെ കൂടെ വരികയില്ല കേട്ടോ. അവൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ ടൂറൊക്കെ പോകുമ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യും അമ്മയെ വിളിച്ചിട്ട്, നന്ദുവിനെ കൂടെ വിടുവോ, നന്ദുവിനെ കൂടെ പറയുമോ എന്ന്. നന്ദു പോത്തേ ഇല്ല. മോനിൻ്റെ സ്കൂളിലെ പേരാട്ടോ നന്ദു. അപ്പോൾ അവനെ എത്ര വിളിച്ചാലും അവന് ഇഷ്ടമല്ല പോകുന്നത്, ടൂറിനൊന്നും പോകുന്നത് ഇഷ്ടമേ അല്ല. എന്നാൽ അമ്മൂസ് നേരെ ഓപ്പോസിറ്റ്, എന്നെ പോലെ. അവൾക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടം. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊക്കെ. അപ്പം മോനെ എല്ലായിടും കൊണ്ടുപോകും, പക്ഷെ അവൻ ഒരിടത്ത് കുത്തിയിരിക്കും. അങ്ങനെയാണ് അവൻ്റെ ഒരു രീതി. പക്ഷെ കടലിൽ പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ കാണാനേ ഭയങ്കര വ്യൂ ആണ്. മോന് ദോ അവിടെ ഇരിക്കും കേട്ടോ ആ ഷെഡിൽ. അപ്പോൾ അവനെ വിളിച്ചോണ്ട് നമ്മൾ മാക്സിമം കടലിലോട്ട് പോകാൻ നോക്കി. അവൻ പറയുന്നത് UV റേസൊക്കെ ഭയങ്കരമായിട്ട് അടിക്കും, ടാൻ അടിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതൊന്നും അല്ല കേട്ടോ. അവൻ്റെ കാലിൽ മണലാവും, വെള്ളമാവും, അങ്ങനെ പല പല കാരണങ്ങളാണ് അവന്. എന്തായാലും ഞാനും അമ്മയും നന്നായിട്ട് എൻജോയ് ചെയ്തു. ആക്ച്വലി വെയിൽ പോലെയും അല്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. നല്ല രസമാണ് കേട്ടോ. എത്ര നട്ടുച്ചയ്ക്ക് പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ കുറേ നേരം നിന്ന്. അതും ഇവിടുത്തെ തിരകൾ ഇച്ചിരി ഹൈറ്റൊക്കെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കടൽ ഭിത്തികൾ നിറയെ കെട്ടിയിരിക്കുന്നത്. കാരണം അതിൽ തട്ടിയിട്ട് ഈ തിരയുടെ ശക്തി ഒന്ന് കുറയുമല്ലോ. അങ്ങനെ ഭയങ്കര തിരയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിൽപ്പുണ്ട്. അവർ ഈ തിരയുടെ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളടുത്ത് ബാക്കിലോട്ട് പോകാൻ പറയും. തിര കുറച്ചാണ് വരുന്നതെങ്കിൽ അവർ നമ്മുടെ പറയും ഇനി ഫ്രണ്ടിലോട്ട് നിന്നോ എന്ന് പറയും. അങ്ങനെ അവർക്ക് നല്ല കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ നന്നായിട്ട് അവർ ആൾക്കാരെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം
വാട്ടർഫാൾസിൽ പോകാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ എനിക്കറിയത്തില്ല, അവിടെ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് 35 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയാണെന്നൊന്നും ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു അവിടെയൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ ഇതുമായിട്ട് പോവുക. അപ്പോൾ അവിടോട്ട് പോകുമ്പോൾ ഒരു കൊടൈക്കനാൽ ഫീൽ വരും കേട്ടോ, നമുക്ക് നന്നായിട്ടൊരു കൊടൈക്കനാൽ ഫീലും. അവിടോട്ട് ചെന്നുമ്പോഴത്തേക്ക് എൻറ്റയർലി അത്രയ്ക്കും ആൾ വരുന്നുണ്ട്. നമ്മൾ ഇത്ര എക്സ്പെക്റ്റേ ചെയ്തില്ല. അതുപോലെ എനിക്കന്നിങ്ങനെ ഇത്രയും സമ്മറായതുകൊണ്ട് അവിടെ വെള്ളം കാണുമോ, ഇങ്ങനത്തെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ടുപോയിട്ട് വെള്ളം കാണുമെന്നൊക്കെ ഡൗട്ടായിരുന്നു. എന്നാലും നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമുക്കിന്ന് സൺഡേ ആയിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആദ്യത്തെ താഴെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് നമുക്കതിന് മുന്നേ നമ്മുടെ കാറ് വരുമ്പോൾ തന്നെ അവിടെ പാർക്കിങ്ങിൻ്റെ പൈസ മേടിക്കാൻ ആൾ നിൽക്കും കേട്ടോ. 50 രൂപയാണ് പാർക്കിങ്ങിന്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ താഴെ എല്ലാം വേറെ വേറെ വാട്ടർ ബോഡീസ് ഉണ്ട്, അവിടെ ഒന്നും നമ്മൾ അനുവാദം ഇല്ലാതെ കുളിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ചിലതിൽ അപകടം വരുമെന്ന് വെച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി കാറ് താഴെ ഇട്ടത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അത്രയ്ക്കും തിരക്കാവും, കാറൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻറ്റയർലി ആ ഒരു സ്പോട്ട് അങ്ങ് ഡിഫറെൻറ്റ്. ഒരു കാട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് കൊടൈക്കനാൽ ഫീൽ വന്നൊരു പോലായി. അപ്പോൾ നമ്മൾ നടന്ന് വന്ന് നോക്കിയപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ അമ്മൂനത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. ഒരെണ്ണം മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ദാഹിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ, സോഡ നാരങ്ങ വെള്ളം. ഞാൻ സോഡ കുടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ അല്ലാത്ത നാരങ്ങ വെള്ളം, ബാക്കി 3 പേര് സോഡ നാരങ്ങ വെള്ളം. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി 1 മണി ആയിട്ടുണ്ട് കേട്ടോ, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ രാവിലെ കഴിച്ചതിൻ്റെ തന്നെ ഒരു ഹെവിനെസ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ കുറേ അവരെ കൺഫ്യൂസ് ചെയ്തു കേട്ടോ. സോഡ നാരങ്ങ വെള്ളം, പിന്നെ സോഡ ഇല്ലാത്ത നാരങ്ങ, അതിൽ തന്നെ ഉപ്പ്, മധുരം, രണ്ടും കൂടെ മിക്സ്, അങ്ങനെ പല പല കഥ. അവസാനം എന്തായാലും കുടിച്ചു. അപ്പോൾ ഇവിടെ എൻട്രി ഫീസൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം വർക്കാവും. താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ അവിടെ ആണെങ്കിൽ കുറേ മഞ്ഞ എന്താ പറയുക ബൊമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂനത് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. ഈ യാത്രയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടായി കേട്ടോ. അതാ ഇപ്പോൾ സൗണ്ട് വോയിസ് ഓവറിന് നിങ്ങൾ ക്ഷമിക്കണം, നല്ല സൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. എൻ്റെ പൊന്നോ, ഇവിടെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഡ്രസ്സും കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഡ്രസ്സും കൊണ്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ താഴെ നിന്ന് നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഡ്രസ്സ് മാറാനുള്ളതൊക്കെ ഇവിടെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ മാറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇവിടെ വരുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. എല്ലാവരും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ആ മരം നിൽക്കുന്ന ഗ്യാപ്പിൽ എന്നാൽ വെള്ളം കുറച്ച് തെറിക്കുക, എന്നാൽ നമ്മൾ നനയാത്തൊരു സ്പോട്ടിൽ നമ്മൾ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കേട്ടോ ഒരാഗ്രഹത്തിന്. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്, തൃപ്പരപ്പ് വാട്ടർഫോൾസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പേരങ്ങ് മറന്നു പോവാണ്. അപ്പോൾ 1 ഡേ സ്പോട്ടിനൊക്കെ പറ്റിയൊരു കിടിലൻ സ്ഥലം. നന്നായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആക്ച്വലി ഒരു 2-3 കിലോമീറ്റേഴ്സിന് ചുറ്റും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതേപോലെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു നാഗർകോവിൽ മാത്രമായിട്ട് ഒരു 2 ഡേ ട്രിപ്പ് വെക്കുവാണെങ്കിൽ കന്യാകുമാരി കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള നിക്കി ബോൺസായി ഗാർഡനിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തക്കല പാലസിന് കയറുന്നതിന് ജസ്റ്റ് മുന്നെയാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ വന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് അമ്മൂനോട് പറഞ്ഞത് നമുക്ക് കയറിയാലോ കണ്ടാലോ എന്ന്. അപ്പോൾ അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. വലിയ വലിയ മരങ്ങളുടെ ചെറിയ ഫോമൊക്കെ, ഈ മിനിയേച്ചർ വെർഷൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വലിയ മരങ്ങൾ 5-10 വർഷമായിട്ടുള്ള വലിയ മരങ്ങളൊക്കെ കുട്ടി കുട്ടിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നേരത്തെ ഇവിടുത്തെ ഓർഡർ കൊടുക്കണം. അപ്പോൾ നല്ലൊരു പുതിയ വീടൊക്കെ വെക്കുമ്പോഴേ നമുക്ക് നല്ല രസമായിരിക്കും അത്. അതിന് വേണ്ടിയിട്ടൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് ആലമരം വെച്ചുകൂടെന്ന് പറയും. അപ്പോൾ എനിക്കിവിടുത്തെ ആലമരങ്ങളാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആലല്ലാത്തൊരു മരമൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് മേടിക്കണം. ആക്ച്വലി നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നിനും വില 1 ലക്ഷം ആ റേഞ്ചൊക്കെ വരും.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറുത് മേടിച്ചിട്ട് ഇവരുടെ അടുത്ത് തന്നെ അത് എങ്ങനെ നമ്മൾ ബോൺസായി ആയിട്ട് മാറ്റണമെന്നതൊക്കെ ചോദിച്ചിട്ട് ടേക്ക് കെയർ ചെയ്ത് അത് വളർത്തിയെടുക്കണം. അങ്ങനെ ചെയ്താലും നമുക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു പുതിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് ഇത് ഒരെണ്ണം മേടിച്ചു. അവിടെ വന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയത് അവർ ഈ ബോൺസായി ഗാർഡൻ തുടങ്ങിയ സമയത്ത് അവിടെ ഒരു ആലുമരം ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ചെറിയ ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്തിരി ക്യൂട്ടാണെന്നറിയാം അത് കാണാൻ. നമുക്കും വേണേൽ അങ്ങനെയൊക്കെ നമുക്കൊരു വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ തക്കല പാലസൊക്കെ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഈ നിക്കി ബോൺസായി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറങ്ങൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ വിഷുവാണ്. വിഷുവിന് വേണ്ടിയിട്ട് കണിയൊക്കെ ഒരുക്കണം. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ വിഷു ബ്ലോഗായിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ. പോകുന്ന വഴിക്ക് എനിക്ക് അമ്പലത്തിൻ്റെ മുറ്റത്തുനിന്ന് കുറച്ച് കണിക്കൊന്നയും കിട്ടി കേട്ടോ നാളത്തേക്ക് ഒരുക്കാൻ.